കേരളത്തിൽ മദ്യദുരന്തമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്റലിജൻസിൻ്റെ മേധാവി കൂടിയായ ഹേമചന്ദ്രൻ സർക്കാരിന് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. നിലവിൽ ഉത്സവങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വലിയ ജാഗ്രത കാണിക്കണമെന്നും എക്സൈസിൻ്റെ കൃത്യമായ പരിശോധന കള്ളുഷാപ്പുകളിൽ ഉണ്ടാകണമെന്നുമാണ് ഇന്റലിജൻസ് മേധാവി ഹേമചന്ദ്രൻ ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. സീതാറാം യെച്ചൂരി കൂടി ഈ കാര്യത്തിൽ ബാറുകൾ തുറക്കില്ല എന്നൊരു ഉറപ്പ് പൊതുസമൂഹം മുമ്പാകെ നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി അവസാനമായി അവർക്ക് ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിക്ഷിപ്ത താല്പര്യക്കാരെ അബ്കാരി ലോബിയും ഒപ്പം വ്യാജ മദ്യം വിൽക്കുന്ന ആളുകളും കൂടി ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടം കൂടിയായതിനാൽ മദ്യത്തിൻ്റെ ഉപഭോഗം വല്ലാതെ വർദ്ധിക്കും. ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഒരു വ്യാജമദ്യ ദുരന്തം ഉണ്ടായേക്കുമെന്നാണ് ഇൻ്റലിജൻസിൻ്റെ മേധാവി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ മാർച്ച് മാസങ്ങളിലും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഇൻ്റലിജൻസ് സർക്കാരിന് നൽകാറുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത ഈ കാര്യത്തിൽ വേണം എന്നുള്ള ഒരു മുൻകരുതലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് മേധാവി ഹേമചന്ദ്രൻ 8 ദിവസങ്ങൾക്ക് മുമ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി സർക്കാർ മുമ്പാകെ കൈമാറിയിരിക്കുന്നത്. ഇനി എന്തായാലും ഈ ചെക്ക് പോസ്റ്റുകൾ മതിയായ പരിശോധന വേണമെന്നും ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം. സോമി, ജീവൻ, ഇത്തരത്തിലൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് മുൻകരുതൽ നടപടികൾ? പ്രധാനമായും ഇപ്പോൾ സർക്കാരിന് കൈമാറിയിരിക്കുന്ന ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സർക്കാർ എക്സൈസ് വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നാണ്, ഈ മുന്നറിയിപ്പ് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കള്ളുഷാപ്പുകളിലും അതോടൊപ്പം മറ്റ് വ്യാജമദ്യ ദുരന്തമുണ്ടായേക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ റെയ്ഡുകൾ നടത്താനായി എക്സൈസ് സംഘം പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ആവശ്യമായ സ്പിരിറ്റ് ഒഴുകുന്നത്. ആന്ധ്രയിൽ നിന്നും മറ്റ് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതായി നേരത്തെ തന്നെ കൃത്യമായ വിവരം ഇൻ്റലിജൻസിന് ഉണ്ടായിരുന്നു. പ്രധാനമായും തിരുവിതാംകൂർ മേഖലയിൽ മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാവേലിക്കര, കായംകുളം, കൊല്ലം മേഖലകളിലാണ് പ്രധാനമായും സ്പിരിറ്റിൻ്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടാവുക. അതോടൊപ്പം പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളും നിരീക്ഷണത്തിലുണ്ട്. ഇതടക്കം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കൂടി ഇത്തരത്തിൽ മദ്യം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ ഒരു മുന്നറിയിപ്പ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ ഒഴുക്ക് സംസ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം കേന്ദ്രീകരിച്ചുകൊണ്ട് ലോറികളിലും ചെറിയ ആഡംബര വാഹനങ്ങളിലുമെല്ലാമാണ് സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ വ്യാജമദ്യം കേരളത്തിലേക്ക് വരാറുള്ളത്. എന്നാൽ ഇത്തവണ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വലിയ വൻകിട വോൾവോ ബസ്സുകളിലും ഇത്തരത്തിൽ വ്യാജമദ്യം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ എക്സൈസ് സംഘം കരുതുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വളരെ കർശനമായ പരിശോധന നടത്തുന്നതിന് വേണ്ടിയായിരിക്കും എക്സൈസ് സംഘം ഒരുങ്ങുകയും ചെയ്യുക. സോമി, കേരളത്തിൽ മദ്യദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് പിണറായി വിജയൻ. VS പാർട്ടി വിരുദ്ധനാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. യെച്ചൂരി വിളിച്ചുവെന്ന വാർത്തയും തെറ്റെന്ന് പിണറായി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി വിജയൻ വിശദീകരിച്ചത്? വസ്തുനിഷ്ഠമായ നിലയിൽ എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ നാൾ വഴി എന്ന് സൂചിപ്പിക്കാവുന്ന തരത്തിലാണ് പിണറായി വിജയൻ ഇന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഈ ഗൂഢാലോചനയുടെ സംഭവങ്ങൾ അദ്ദേഹം കൊല്ലത്ത് മീറ്റ് ദി പ്രസ് ജനസഭ 2016 എന്ന പരിപാടിയിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. ചില കാര്യങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് എന്ത് ഉത്തരം കിട്ടിയാലും ആ ഉത്തരം തനിക്ക് അവർക്ക് ഉദ്ദേശിച്ചു വെച്ചേക്കുന്ന ആ ലക്ഷ്യത്തോടു കൂടി തന്നെ അത് നൽകുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. തന്നോട് ചോദ്യങ്ങൾക്ക് ഒരിക്കലും താൻ VS ഈ പാർട്ടി വിരുദ്ധനാണെന്നും ഒരു സ്ഥലത്തും താൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാവുന്നതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു, ജനങ്ങൾ ഉപേക്ഷിച്ചു. UDFന് നെക്കക്കള്ളിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിധേയനെ UDFനെ മടക്കിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ UDFനെ സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ചില
നടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതൊക്കെ നടക്കുന്നത്. അതിന് LDF-നുള്ളിൽ കലാപം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അനൈക്യമുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനോ ഒക്കെ ശ്രമങ്ങളാണ് നടക്കുന്നത്. താൻ ഒരു സ്ഥലത്തും VS പാർട്ടി വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ടില്ല. സീതാറാം യെച്ചൂരി തന്നെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ വിളിക്കുന്നതിൽ അപാകതയുമില്ല. തങ്ങൾ സുഹൃത്തുക്കളാണ്, സംസാരിക്കാറുണ്ട്, അതിലൊന്നും ഒരു കുറ്റവും കാണാനാകില്ല എന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഒപ്പം അദ്ദേഹം പറഞ്ഞത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് താൻ ഒരു പദം ഉപയോഗിച്ചിരുന്നു. ആ പദം വീണ്ടും താൻ ആവർത്തിച്ച് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. ചില മാധ്യമപ്രവർത്തകർ, എല്ലാവരെയും താൻ പറയുന്നില്ല, ചില മാധ്യമപ്രവർത്തകരെങ്കിലും UDFന്റെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ വീണ്ടും മുമ്പുണ്ടായിരുന്ന അതേ സ്ഥിതിയിലേക്ക് വീണ്ടും ഇത് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യവും ഇപ്പൊ യാതൊരു പ്രശ്നങ്ങളും LDF-ൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഉണ്ടെന്ന് വരുത്തി തീർത്ത് അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയും UDF-ന് ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഇടപെടലാണ് നടക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രാജ്കുമാറാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. UDF-നെതിരെ പിണറായിയും താനും ഒറ്റ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് VS അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം. വാർത്തകൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം നേരിടുന്ന കാലമാണിത്. ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സൂക്ഷിച്ചു വേണമെന്നും VS ഫേസ്ബുക്കിൽ പറയുന്നു. നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കാൻ മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം നേരിടുന്ന കാലഘട്ടമാണിത്. വിവാദ വ്യവസായം തഴച്ചു വളരാൻ ഇത് ധാരാളം മതി. വളരെ സൂക്ഷിച്ചു വേണം ഇടതുപക്ഷ നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇങ്ങനെ ഇവിടെ കുറിക്കാൻ കാരണം തന്നെക്കുറിച്ച് പിണറായി വിജയൻ മോശം പരാമർശം നടത്തിയതായി വാർത്തകൾ കാണാൻ ഇടയായതാണ്. അങ്ങനെയൊരു പദപ്രയോഗം താൻ നടത്തിയിട്ടില്ലെന്നും തന്റെ വായിൽ മാധ്യമങ്ങൾ വാക്കുകൾ തിരികെ കയറ്റിയതാണെന്നും പിണറായി വിജയൻ വിശദീകരിച്ചതായും വായിച്ചു. വിവാദം ഇവിടെ തീരേണ്ടതാണ്. പക്ഷേ വീണ്ടും കൊഴുപ്പിക്കുന്ന മട്ടാണ് കാണുന്നത്. ഇത് കാരണം താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നുവരെ UDF-ന്റെയും BJP-യുടെയും നേതാക്കൾ തുരുതുര പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. CPIM നേതാക്കൾ ഫ്ലക്സിൽ മാത്രം ഒന്നിച്ചിരിക്കുന്നവരാണെന്ന് ചില രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുന്നതായും കണ്ടു. വിവാദങ്ങൾ മാറ്റിവെച്ച് നമുക്ക് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. കേരള ചരിത്രത്തിൽ ജനങ്ങളെ ആകെ വഞ്ചിച്ച ഇത്തരമൊരു ഭരണം മുൻപുണ്ടായിട്ടില്ല. സമസ്ത മേഖലകളെയും ഉമ്മൻചാണ്ടി സർക്കാർ പിന്നോട്ടടിച്ചു. സെക്രട്ടേറിയറ്റിന്റെ ആധാരം പോലും കാശുള്ളവന് പണയപ്പെടുത്തി പണം തട്ടുന്ന ഒരു കൂട്ടം ഭരണാധികാരികളാണ് ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ഒരു ജനപക്ഷ സർക്കാരിനെ അവരോധിക്കുകയും ഐശ്വര്യപൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കടമ. ഈ രാഷ്ട്രീയ ദൗത്യം ഒറ്റ മനസ്സോടെയാണ് താനും പിണറായി വിജയനും അടക്കമുള്ള CPIM നേതാക്കളും മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, തെറ്റിദ്ധാരണയ്ക്കും തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും ഇടനൽകിയേക്കാവുന്ന വാക്കുകൾ അബദ്ധവശാൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് കയറെടുത്ത് പാമ്പാക്കാൻ കാത്തിരിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കളും ഒരു അമ്പുമില്ലാതെ വലയുന്ന UDF BJP നേതാക്കളും പുല്ലുമെടുത്ത് ഇവിടെ ആയുധമാക്കി കളയുന്ന സാഹചര്യത്തിൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിണറായിയെ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. അഴിമതിയിൽ ഒന്നാമനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രം 31 അഴിമതി കേസുകളുണ്ട്. ഈ അഴിമതി സർക്കാരിനെ അവസാനിപ്പിക്കാൻ LDF-നെ വിജയിപ്പിക്കണമെന്നും VS ധർമ്മടത്തെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. വിഭാഗീയത ഉന്നമിച്ചുള്ള മാധ്യമ പ്രചരണങ്ങളെ തകർത്തെറിയുന്നതായിരുന്നു ധർമ്മട മണ്ഡലത്തിൽ VS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം. പിണറായി വിജയന് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് അഭിമാനകരമായ വിജയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവേശകരമായ തുടക്കമായിരുന്നു ചക്കരക്കല്ലിലെ പൊതുയോഗത്തിൽ VS നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി ചുറ്റിയേറുവ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അഴിമതിരഹിത ഭരണമെന്ന UDF-ന്റെ പ്രകടന പത്രിക കണ്ട് ചിരിയടക്കാനായില്ലെന്നായിരുന്നു VS പറഞ്ഞത്. മന്ത്രിമാർക്കെതിരെയുള്ള 136 അഴിമതി കേസുകളും VS വിശദീകരിച്ചു. UDF ഭരണത്തിൽ നടത്തിയ ഭൂമി വിൽപ്പനയോരോന്നും VS എണ്ണി പറഞ്ഞു. അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ? UDF-ലെ അഴിമതിക്കാർ ആരൊക്കെ? ഒന്ന്, ഉമ്മൻചാണ്ടി. കേസ് എത്ര? 31. അത് കേസുകൾ എത്ര? 136. പൊതുവിതരണ ശൃംഖല ആകെ തകർത്ത് നാടിനെ മുച്ചൂടും മുടിച്ച UDF-നെ അധികാരത്തിലേറ്റരുതെന്നും
ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റണമെന്നും പറഞ്ഞ് ഒരിക്കൽ കൂടി പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് VS പ്രസംഗം അവസാനിപ്പിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. VSനെ കുറിച്ച് പിണറായിയോട് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അത് വിലപ്പോവില്ലെന്നും വിഷയത്തിൽ പിണറായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിയെ വിവാദത്തിൽപ്പെടുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് CPM കുഴപ്പമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഇത്തവണ വിജയിക്കാൻ പോകുന്നു. UDF പ്രകടന പത്രികയുടെ മുഖചിത്രത്തിൽ മുഖ്യമന്ത്രി മാത്രം. മുഖചിത്രത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കിയതിൽ VM സുധീരനും ചെന്നിത്തലയും കടുത്ത അമർഷത്തിൽ. മൂവരും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം. പ്രകടന പത്രിക തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനും A ഗ്രൂപ്പുകാരനുമായ MM ഹസനായിരുന്നു. തങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നാണ് സുധീരന്റെയും ചെന്നിത്തലയുടെയും വിലയിരുത്തൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേറ്റ ക്ഷീണം മാറും മുൻപാണ് KPCC അധ്യക്ഷൻ VM സുധീരന് വീണ്ടും തിരിച്ചടി നൽകി പ്രകടന പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഘടകകക്ഷി നേതാക്കളെയും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രകടന പത്രികയുടെ പിൻഭാഗത്താണ് ഇവരുടെയെല്ലാം സ്ഥാനം. ഇതിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും കടുത്ത അമർഷത്തിലുമാണ്. മൂവരും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഈ പശ്ചാത്തലത്തിൽ പ്രകടന പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇരുവരുടെയും നിലപാട്. ഒപ്പം ഘടകകക്ഷി നേതാക്കളുടെയും. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനും A ഗ്രൂപ്പുകാരനുമായ MM ഹസന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. അതേസമയം മുഖചിത്രത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം ഉൾപ്പെടുത്തിയതിൽ അപാകതയൊന്നുമില്ലെന്ന് VM സുധീരൻ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പടം വരുന്നതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. ഇതിനകത്ത് യാതൊരു തർക്കമില്ല, ഒരു തർക്കത്തിൻ്റെ വിഷയമില്ല. ഓരോരുത്തർക്കും അവരുടേതായ അംഗീകാരമുണ്ട്, പ്രാധാന്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലവിലെ മദ്യനയത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് സമ്മതിച്ച് KPCC അധ്യക്ഷൻ VM സുധീരൻ. അതുകൊണ്ടാണ് തിരുത്താൻ തീരുമാനിച്ചത്. മദ്യനയത്തിലെ പഴുതുകൾ അടച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ആ നയത്തിൽ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് മനസ്സിലായി, കൂടുതൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു നിലയ്ക്കും അതിനകത്തൊരു പഴുതിൻ്റെ സാധ്യതകൾ ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുക. കാരണം ഈ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് UDFൻ്റെ. ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. മസ്കറ്റിൽ മലയാളി നഴ്സ് കുത്തേറ്റ് മരിച്ചു. അങ്കമാലി കറുകുറ്റി സ്വദേശി ചിക്കൂർ റോബർട്ടാണ് മരിച്ചത്. കവർച്ചാശ്രമം പ്രതിരോധിക്കുന്നതിനിടെയാണ് കുത്തേറ്റത്. മധ്യരാജാവ് വിജയ് മല്യയ്ക്ക് ഭൂമി പതിച്ചു നൽകിയതിനു പിന്നിൽ കൂട്ട അഴിമതിയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. UDFന്റെ മദ്യനയം കാപട്യമാണെന്ന് ഇതോടെ വ്യക്തമായി. വൻകിട ഡിസ്റ്റിലറി തുടങ്ങാൻ സ്ഥലവും സൗകര്യവും നൽകുന്നവർ എങ്ങനെയാണ് മദ്യനിരോധനം നടപ്പിലാക്കുന്നതെന്നും പിണറായി വിജയൻ ചോദിച്ചു. ബാർക്കോഴ മാത്രമല്ല, മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട് കോടികളുടെ കോഴയിടപാട് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അഴിമതിക്കെതിരെ ജേക്കബ് തോമസിന്റെ പുതിയ സംഘടന എക്സൽ കേരള എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, ലാൽജോ, സക്കറിയ എന്നിവർ സംഘടനയിൽ അംഗങ്ങളാണ്. ജൈവ പച്ചക്കറി കൃഷിയിലൂടെ 100 മേനി വിളയിച്ച് വീട്ടമ്മയുടെ പെൺകരുത്ത്. വടയാർ മങ്ങാട്ടുതറയിൽ അനിത രാമചന്ദ്രനാണ് ജൈവ പച്ചക്കറി കൃഷിയിലൂടെ മുഴുവൻ സമയ കർഷകയായി മണ്ണിൽ പൊന്നുവിളയിക്കുന്നത്. കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ നിരവധി പുരസ്കാരങ്ങളും അനിതയെ തേടിയെത്തിയിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള 75 സെന്റ് സ്ഥലത്തും ഗ്രോ ബാഗിലുമായാണ് അനിത ജൈവകൃഷി നടത്തുന്നത്. പാവൽ, പടവലം, ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങി 22 തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഒരു ഞെട്ടിൽ ഒന്നിലധികം കായുണ്ടാകുന്ന വടയാർ വഴുതനയാണ് ഇവയിൽ വ്യത്യസ്തൻ. ചൈനീസ് ചീരയടക്കം 5ലധികം ചീരകളും പല വലിപ്പത്തിലുള്ള 10 തരം മുളകും മീറ്റർ പയറും നാടൻ തക്കാളിയുമെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. വീട്ടിലെ ജൈവമാലിന്യ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി ഉപയോഗിച്ചാണ് കൃഷി. CPIM നേതൃത്വത്തിൽ ജൈവകൃഷി വ്യാപിപ്പിക്കാനുള്ള ഇടപെടലുകൾ സ്വന്തം പുരയിടത്തിൽ പൊന്നു വിളയിക്കുന്നതിന് പ്രചോദനമായതായി അനിത വ്യക്തമാക്കുന്നു. കാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഒരുവിധം വലിയതായിട്ട് തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ നമ്മളൊരു പ്രതീക്ഷയില്ലായിരുന്നാണ്. അതൊക്കെ നമുക്കൊരുവിധം വിളവെടുക്കാൻ സാധിക്കുന്നുള്ള ഒരു ഭയങ്കര സന്തോഷം. വിളവെടുക്കണേക്കാളും കൂടുതൽ ഇതൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെയാണ്. വടയാർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ ഭർത്താവ് രാമചന്ദ്രനും മക്കളായ അഭിരാമും അഭിഷേകും സഹായികളായി അനിതയ്ക്കൊപ്പമുണ്ട്. തട എടുത്തു കൊടുക്കലും നമ്മളതിന് പന്തലിടിയിൽ അങ്ങനെ എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഉണ്ടായി കിടക്കുന്ന കാണാനാണ് ഏറ്റവും
സംതൃപ്തി. മികച്ച ജൈവ കർഷകരെ കണ്ടെത്താനായി കൃഷിഭൂമി എന്ന സംഘടന സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ മത്സരത്തിൽ അനിതയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം. കൃഷിഭവൻ, റോട്ടറി ക്ലബ്ബ്, വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ നിരവധി അംഗീകാരങ്ങളും അനിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജൈവ കാർഷിക രീതിയിലൂടെ മണ്ണിലും മട്ടുപ്പാവിലും നൂറുമേനി വിളയിച്ച് കർഷകർക്ക് മാതൃകയും പ്രചോദനവുമാവുകയാണ് അനിത എന്ന ഈ വീട്ടമ്മ. വടയാറിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർ പൂക്കരയോടൊപ്പം ടി പി പ്രശാന്ത്.